ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ വിഭവമായിട്ടാണ്. ചില മീനുകൾക്ക് ടേസ്റ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ചില മീനുകൾ അത്ര ഇഷ്ടമല്ലാണ്ടും ഉണ്ടാകും. ആ മീനൊക്കെ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മീനിൻ്റെ തനതായ രുചി അറിയാനായിട്ട് ഇതുപോലെ ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേഗം തന്നെ റെസിപ്പി കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കിളിമീനാണ്. ആദ്യം നമുക്ക് മീനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വൃത്തിയാക്കിയ മീനെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചധികം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് മീൻ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് കുടംപുളി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് മീനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കാരണവശാലും നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്. അപ്പോൾ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് തുണി വെച്ചിട്ട് ചുറ്റി പിടിച്ച് നമ്മൾക്ക് ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ ഈ വെള്ളവും എല്ലാം നന്നായിട്ട് എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ചധികം നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മീൻ മാറ്റിയിട്ട് അതിൽ നിന്ന് മാംസം മാത്രം അടർത്തി മാറ്റി വയ്ക്കണം. ഇപ്പോൾ മീനിൻ്റെ മാംസവും മുള്ളൊക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ചുവട് കനമുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. അതിലേക്ക് നമ്മൾക്ക് വേർതിരിച്ചിട്ടുള്ള മാംസം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയം തുടങ്ങി, അതായത് നമ്മൾ മീൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട സമയം തുടങ്ങി നമ്മളുടെ ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അതല്ല ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കുക്കിംഗ് തീർക്കാനാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി മുതലുള്ള എല്ലാ പ്രോസസ്സും ചെയ്യേണ്ടത്. മീനിട്ടതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മീനൊന്ന് ഉടച്ചെടുക്കണം. മീനിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് വറ്റുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീൻ വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ പുളി ചേർക്കാതിരുന്നത് നമ്മളുടെ ഈ മീനിൻ്റെ മാംസത്തിൽ ഫുള്ള് ഒരു പുളിരസം ഉണ്ടാകും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾക്ക് ഈ കഴിക്കുന്ന സമയത്ത് മീനിൻ്റെ ടേസ്റ്റ് അല്ലാതെ ചിലപ്പോൾ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് പുളി അവോയ്ഡ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പുളിരസം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുടംപുളി ആ സമയത്ത് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചട്ടിയുടെ സൈഡിലെല്ലാം നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും എന്ന് കരുതി നമ്മൾ അപ്പോൾ തന്നെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. മീനിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സൈഡിൽ പിടിച്ചിരിക്കുന്ന ഒന്നും അത്ര കാര്യമാക്കി എടുക്കണ്ട. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചട്ടിയുടെ സൈഡിൽ നിന്നെല്ലാം നമ്മളുടെ ഈ മാംസം എല്ലാം നന്നായിട്ട് തന്നെ വിട്ടുപോരും. നമ്മൾ മീൻ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8-9 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്കും മീനിലുള്ള ഒരുമാതിരി വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്, നമ്മളുടെ പഞ്ഞിയൊക്കെ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ മീൻ ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഈ മീനിൻ്റെ എല്ലാം കളറ് മാറി തുടങ്ങും. നമ്മളിപ്പോൾ ഈ ചിക്കിക്കൊണ്ടിരിക്കുന്ന ഇതെല്ലാം കളറിൽ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമ്മളൊരു ഫോർക്കും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് ഈ ചട്ടിയുടെ സൈഡിൽ പിടിച്ചിരിക്കുന്ന മീനിൻ്റെ അംശങ്ങളെല്ലാം വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോർക്ക് എടുത്തിട്ടുള്ളത്. അതല്ല നല്ല അരവുള്ള ഒരു സ്പൂണാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എടുത്താലും ഈ ചട്ടിയുടെ ഭാര്യത്തു നിന്നെല്ലാം പോന്നു തുടങ്ങും. ഇപ്പോൾ മീനിൽ വെള്ളമൊക്കെ വറ്റി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള, എങ്ങനെ വേണേലും നിങ്ങൾക്ക് അരിയാം. ഞാനിപ്പോൾ അരിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിയാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അരിഞ്ഞ് ഈ സമയത്ത് ഇതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാളയും പച്ചമുളകും ഇഞ്ചിയും മീനും എല്ലാം കൂടെ നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കുക.
കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ നമ്മളുടെ ചട്ടിയിൽ മുരിഞ്ഞ് പിടിച്ച ഭാഗങ്ങളിലുള്ള എല്ലാ മീനുകളും ഇളകി വരാനും തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മീനും നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത സവാളയും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീനും സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് എങ്ങാനും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടാലും അത് അങ്ങോട്ട് യോജിച്ച് കിട്ടണം എന്നില്ല. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ കുറവ് യൂസ് ചെയ്ത് നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് 1.25 ടീസ്പൂൺ വെളിച്ചെണ്ണ വരെയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മീനും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കളറായിട്ട് കിട്ടണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേഗം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് ഈ മീനിൻ്റെ വിഭവം മാറ്റി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ചട്ടിയുടെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ വിഭവം ഫുള്ളായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് അപ്പോൾ തന്നെ നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. വളരെ രുചികരമായ ഒരു മീൻ വിഭവമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. എപ്പോഴും നമ്മൾ ഈ മീൻ കിട്ടുമ്പോൾ ചെയ്യുന്നത് വറക്കും അല്ലെങ്കിൽ കറി വെച്ചൊക്കെയല്ലേ കഴിക്കുന്ന. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മീൻ സുലഭമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ ഈ ഒരു മീൻ രുചി ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.